നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും +2 ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന 18 to 35 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഏജ് ലിമിറ്റൊക്കെ ഞാൻ മുമ്പോട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട നമ്മുടെ നോട്ടിഫിക്കേഷൻ SSCൻ്റെ ഫേസ്, അതായത് സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഫേസ് 14ൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കേരള PSCൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ എക്സാമിനേഷൻ്റെ 2-3 ഘട്ടങ്ങളായിട്ട് നടക്കാനായിട്ട് പോകുന്നുണ്ട്. സോ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഓരോ PDFലും 100 ക്വസ്റ്റ്യൻസ് വെച്ച് ഏകദേശം 1200ഓളം ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലാണ് നമ്മളിത് കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഭാഗമാകാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ ഭാഗമാവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് ഒക്കെ ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നിങ്ങൾ ക്ഷമയോടുകൂടി കണ്ടിരിക്കുക. കാരണം വലിയൊരു നോട്ടിഫിക്കേഷനാണ്. ഇതെങ്ങനെ നോക്കി മനസ്സിലാക്കണം, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇതിന് മുമ്പ് നിങ്ങളിത് ഓൾറെഡി ഈ ഒരു പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാരണം എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അറിയില്ലെന്നാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 13/4/2026 നോട്ടിഫിക്കേഷൻ വന്നു. ഏകദേശം നിങ്ങൾക്ക് 4/5/2026 വരെ അപേക്ഷിക്കാം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് 4/5/2026 ആണ്. അതുപോലെ ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ളത് 5/5/2026 വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപേക്ഷയിൽ തെറ്റ് വരുത്തിയാണെങ്കിൽ 11 മുതൽ 13 മെയ് 2026 വരെ തിരുത്താനുള്ള സമയമുണ്ട്. ജൂൺ 2026 ഇതിൻ്റെ പരീക്ഷ നടക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം വനിതകൾക്കും പുരുഷന്മാർക്കും വിവിധ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റിലേക്ക്, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ എലിജിബിലിറ്റി, ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപാടധികം ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട്. അതായത് വിവിധ പോസ്റ്റുകളുണ്ട്, വിവിധ പോസ്റ്റിൻ്റെയും ഏജ് മാറ്റമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് തന്നെ നമുക്ക് നോക്കാം. 18 to 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ വരെ ഉണ്ട്. അതായത് 2/1/1991 അതുപോലെ 1/1/2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുമെന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 10 ആയാലും +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും എന്ത് യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ കേരള കർണാടക റീജിയനിൽ എവിടെയാണ് എക്സാമിനേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കേരളത്തിൽ ലക്ഷദ്വീപിലൊക്കെ നമുക്ക് എവിടെയാണ് എക്സാം സെൻറ്റർ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. മെയിൻലി നമുക്ക് കേരളം ഫോക്കസ് ചെയ്യാം. ലക്ഷദ്വീപിലുള്ള സെൻറ്റർ ഉൾപ്പെടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കണ്ണൂരുണ്ട്, കോട്ടയുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരമുണ്ട്, എറണാകുളമുണ്ട്, കൊല്ലമുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരുണ്ട്. പിന്നെ ഇത് ഐ തിങ്ക് നമ്മുടെ ഇവിടെ ഉള്ളതാണ്, ലക്ഷദ്വീപിലുള്ളൊരു സെൻറ്ററാണ്. അതുപോലെ തന്നെ ആലപ്പുഴയുണ്ട്, മലപ്പുറമുണ്ട്. ഇത്രയും സ്ഥലത്താണ് കേരളത്തിൽ പരീക്ഷ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. വളരെ മികച്ചൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരളത്തിൽ തന്നെ നമുക്ക് എക്സാമിനേഷൻ എഴുതാനും സാധിക്കും. സോ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, പിന്നെ കോണ്ട് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ്, ഇത്രയും ഭാഗത്തു നിന്നാണ് 25 ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. അപ്പോൾ 50 മാർക്ക് വെച്ച് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ 200 മാർക്കിൻ്റെ പരീക്ഷയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 0.50 അതായത് അരമാർക്കോളം നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ അരമാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ 2 മാർക്ക് ലഭിക്കുകയും ചെയ്യും. 60 മിനിറ്റിൻ്റെ എക്സാമാണ്. സെക്ഷണൽ ടൈമറോട് കൂടിയിട്ടാണ് വരുന്നതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ മെട്രിക്കുലേഷൻ ലെവലിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. +2 ലെവലിൻ്റെ സിലബസ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ലെവലിൻ്റെ സിലബസും ചുവടെ തന്നെ നൽകിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഒരുപാട് പോസ്റ്റുകൾ ഇതിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ഞാൻ വേണ്ടിക്കൽ ഓരോന്നിൻ്റെ വീഡിയോ ഓരോന്നായിട്ട് ചെയ്യാം. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാന്നുള്ള പോസ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, അങ്ങനെ ചെയ്യാം. ഇതൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഓരോരോ പോസ്റ്റും നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ഇവിടെ 75ാമത്തെ പേജിലേക്ക് നിങ്ങൾ ഈ PDF ഓപ്പൺ ആക്കിയിട്ട് 75ാമത്തെ പേജിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുകൾ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ ഓരോ പോസ്റ്റുകളാണ്. ഇവിടെ CR സെൻട്രൽ റീജിയനിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ KKR ഉണ്ടാവും, കേരള കർണാടക റീജിയൻ്റെ കീഴിൽ വരുന്ന പോസ്റ്റുകൾ, അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നൊരു സംഭവം കണ്ടോ, ഈ പോസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ OBC EWSനൊക്കെ 100 രൂപ നോർമലി SSCൻ്റെ അപേക്ഷാ ഫീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫീമെയിൽ SC ST ഇവർക്കൊന്നും അപേക്ഷാ ഫീസ് ഇല്ല. അതുകൊണ്ട് അവർക്കെല്ലാം നല്ല രീതിയിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 300 ചില്ലാനം പോസ്റ്റുകൾ ഇതിലുണ്ട്. 380 സംതിങ് പ്ലസ് പോസ്റ്റുകളുണ്ട്. 3000-ൽ കൂടുതൽ ഇത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ജനറൽ വിഭാഗത്തിനാണ് കൂടുതൽ വേക്കൻസി, അതിനുശേഷം വരുന്നത് OBCക്കാണ്. അങ്ങനെ നിരവധി വേക്കൻസി, കൃത്യമായിട്ടുള്ള കണക്ക് ഞാനിപ്പം പറയാം.
വേക്കൻസിൻ്റെ കാര്യത്തിൽ ഏകദേശം ജനറൽ കാറ്റഗറിക്ക് 1534 വേക്കൻസി ജനറലിന് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒ ബി സിക്ക് 667 വേക്കൻസി ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ് സിക്ക് 346, എസ് ടിക്ക് 185 അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ടോട്ടൽ 3003 വേക്കൻസിയാണ് ഉള്ളതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതാണ് വേക്കൻസിൻ്റെ ഏകദേശം ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് KKR നോക്കി ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പോസ്റ്റ് കോഡ് കൊടുക്കും, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും, ഏത് മിനിസ്റ്ററിയുടെ കീഴിലാണെന്നുള്ള കൊടുക്കും, പോസ്റ്റിൻ്റെ നെയിമാണ് രണ്ടാമത് കൊടുക്കുക, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഏജ് കൊടുക്കുന്നുണ്ട്, പിന്നെ പേ സ്കെയിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ എക്സാമിനേഷൻ ലെവൽ ഏതാണ്, അതായത് ഏത് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതൊക്കെ +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ മുതൽ നമ്മൾ KKR കേരള കർണാടക റീജിയൻ്റെ പോസ്റ്റുകളിലേക്ക് കയറിയതായിട്ട് കാണാൻ സാധിക്കും. സ്റ്റെനോഗ്രാഫർ വന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് പോസ്റ്റ്, അങ്ങനെ സീനിയർ ആർട്ടിസ്റ്റ്, അങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ വന്ന് SRലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ SRൽ KKR, SRS, പിന്നെ CR ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു റീജിയനാണ്. KKR എന്ന് പറയുമ്പോൾ കേരള കർണാടക റീജിയൻ, അത് നമ്മുടെ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിൻ്റെയൊക്കെ ഇത് വരുന്നത് SSCൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഓഫീസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ അതിനെ ഷോർട്ടാക്കി വിളിക്കുന്നത് KKR. അങ്ങനെ ഓരോരോ സ്ഥലത്തെയും ഷോർട്ടാക്കിയിട്ട് SR, CR അങ്ങനെ ഓരോരു നെയിം കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മുടെ ഒരു ഇൻട്രോ വീഡിയോ ആണ്. ഇങ്ങനെ ഓരോരു പോസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല പോസ്റ്റുകൾ അനലൈസ് ചെയ്ത് ഞാൻ ഓരോരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാൻറ്റീൻ അറ്റൻഡൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും. അത് ഏത് മിനിസ്ട്രീൻ്റെ കീഴിലാണ് വരുന്നുണ്ട്. 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. SR റീജിയനിലാണ് വരുന്നത്. പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ 10ാം ക്ലാസ്സുള്ള 10ാം ക്ലാസ് +2 ഒക്കെ ഉള്ള ഡിഗ്രി ഉള്ള അങ്ങനെ വിവിധ പോസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC വന്ന് കാണാൻ സാധിക്കും. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള പോസ്റ്റുകൾ കണ്ടിട്ട്, അതായത് ഇനി തുടർന്നുള്ള ഡേയ്സിൽ ഞാൻ എന്തായാലും മറ്റുള്ള പോസ്റ്റുകൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ കാണാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് മതി. 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അത് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നാഷണൽ ഫയർ സർവീസ് കോളേജ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് കേട്ടോ. അങ്ങനെ ഒരുപാടധികം അവസരങ്ങൾ ഇതിലുണ്ട്. ഓരോന്നും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും അവസരങ്ങൾ ഇതിൽ നല്ല ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ടോട്ടൽ 382 പോസ്റ്റുകൾ ഞാൻ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അതിൽ മൊത്തത്തിൽ 3003 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ് ആൻഡ് മിനിസ്റ്ററി ഓഫ് മൈൻ്റെ കീഴിൽ അത് വന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ളൊരു പോസ്റ്റാണത്. പിന്നെ അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോരോ പോസ്റ്റുകളും ആവശ്യമാണ് ഞാൻ പറയാം. ഇത് SSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് അതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു സീരിയൽ നമ്പർ കേട്ടോ, കോഡ് നമ്പർ, ഈ നമ്പർ അടിച്ചു കൊടുത്താൽ ആ പോസ്റ്റ് വരും. എന്നിട്ട് ആ പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിരവധി പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഫയർമാൻ പറഞ്ഞ പോലെ, ഫയർ സർവീസിൽ പറഞ്ഞ പോലെ അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.